ആർക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കില്ല, ഞാൻ തന്നെ എന്റെ ബ്ലോഗിൽ ഇടുന്നു. എന്നിട്ട് ഇന്ന് എടുക്കുന്നില്ലേ? വ്ലോഗ് ഒന്നും എടുക്കുന്നില്ലേ? സായിച്ചേട്ടൻ വ്ലോഗ് എടുക്കുന്നുണ്ട്, അപ്പൊ ഇന്ന് എടുക്കുന്നില്ല. എന്റെ ഫോൺ ആരുടെ അറിയില്ല. എന്തിനാ സിജോയുടെ വീക്ഷണെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു അൺഫെയറായിട്ട് തോന്നിയിട്ടുണ്ട് സിജോന്റെ വീക്ഷൻ. ഇയാളിപ്പോ പോരേണ്ടതല്ല, ടോപ്പ് 5 ഇന്നൊരു ബർത്ത്ഡേ. അതെ, ലാലേട്ടൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ പറഞ്ഞല്ലോ, വിജയാണ് സിജോ എന്ന് പറഞ്ഞല്ലോ. വിജയായിട്ടാണ് ഇറങ്ങി പോണത്. ആൾക്കൊരു പരിക്ക് പറ്റിയിട്ടാണ് ആൾ ഇറങ്ങി വരേണ്ടത് തന്നെ. എന്നിട്ട് വീണ്ടും ആൾ അത് വെച്ചിട്ട് അവിടെ നിൽക്കാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണല്ലോ. അതിൽ തന്നെ ഒരു ബിഗ് ബോസിൽ സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്ന ആരൊക്കെയായിരിക്കും ഏറ്റവും സേഫ് ഗെയിം? അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. അല്ല, അത് തുറന്നു പറയാലോ. എനിക്ക് ശ്രീജിത്ത് ചേച്ചിനെ തോന്നി സേഫ് ഗെയിമായിട്ട് കളിക്കുന്നത്. ആളിനിപ്പോ എന്താണെന്ന് അറിയില്ല, തീരുമാനം ടോപ്പ് 5 എത്തിയിട്ട് കപ്പടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, സന്തോഷമല്ലോ. ആരെ കപ്പടിച്ചാലും സന്തോഷമുള്ളൂ. ജാസ്മിന് കപ്പടിക്കാൻ സാധ്യത കാണുന്നുണ്ടോ? അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, സന്തോഷം. ഈ സേഫ് ഗെയിം കളിക്കണത് ബിഗ് ബോസിന് അറിയുന്നില്ലേ? സേഫ് ഗെയിം കളിക്കണത് ബിഗ് ബോസ് അറിയുന്നില്ലേ? അറിയില്ല ചേട്ടാ, ബിഗ് ബോസ് ഞാനല്ലല്ലോ നോക്കേ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, വോട്ടിന്റെ അടിസ്ഥാനത്തിലാവും ചെയ്യേണ്ട ആൾക്കാരെ. ഇപ്പൊ സിജോ ചേട്ടൻ്റെ വോട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മീൻസ് ആള് 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണല്ലോ. പെട്ടെന്നാണല്ലോ ആൾക്ക് ഒരു വോട്ട് കുറഞ്ഞതൊക്കെ. വിഷമമുണ്ട്. എല്ലാവരും പറയുന്നത് ഈ തവണ കപ്പടിക്കാനായിട്ട് ജിൻഡോ ചേട്ടൻ കപ്പടിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ചാൻസ് തരുന്നുണ്ടോ? അതോ ഒരു എന്തെങ്കിലും അടിക്കട്ടെ, അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. തന്റെ ആഗ്രഹം എന്താ? തന്റെ ആഗ്രഹം എന്താ? ആര് കപ്പടിക്കണമെന്നാ? ആര് കപ്പടിച്ചാലും എനിക്ക് കിട്ടില്ലല്ലോ. ആരെങ്കിലും അടിക്കട്ടെ. അല്ല, അടിക്കട്ടെ, യോഗ്യതയുള്ളവർ അടിക്കട്ടെ. അല്ലാണ്ട് നമ്മളിപ്പോ ഒരാൾ ഇന്നത് അടിക്കുന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇഷ്ടമുള്ള അടിക്കട്ടെ. പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരുത്തരെ ഔട്ടായി പോകണം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ കപ്പടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്ത ചേട്ടൻ ജാസ്മിൻ ചേച്ചി എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ വേറെ ആൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല, നിങ്ങൾക്ക് വിചാരിച്ചിട്ട് ഒറ്റയടിക്ക് മാറിപ്പോലെ. നിങ്ങളും കുറച്ചിങ്ങനെ ആലോചിച്ച് നിന്നോ. ചിലപ്പോൾ വേറെ വല്ലവരാവും കപ്പടിക്കുക. അർജുൻ ശ്രീതു കോംബോ വിജയിച്ച പോലെ തോന്നുന്നുണ്ടോ? വിജയിച്ചോ? അല്ല, അത് പറ്റിയല്ലോ അവര് ഔട്ടാവാതെ വിജയിച്ചിട്ടുണ്ടാവും അല്ലേ? കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് കൂടും. തുറന്ന് പറയാനായിട്ട് ഇപ്പോൾ സായിച്ചേട്ടനുണ്ടായാലും സിജോനുണ്ടായാലും സംസാരിക്കും. അതൊരു കോംബോ ആയിട്ട് ആൾക്കാരെടുത്തു. അത് സന്തോഷം. എടുത്ത് നമ്മളെ പൊങ്കാലിട്ടുണ്ട്. വളരെ സന്തോഷം.